എന്റെ ആദ്യത്തെ ടാസ്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യണം തന്നെയായിരുന്നു. എക്സ്പേർട്സ് പറഞ്ഞു തരുന്നതിന്റെ അത്രയും നമ്മൾക്ക് എത്രത്തോളം വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്തതിനും പറ്റില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ എർണസ്റ്റ് അക്കാഡമി, അതായത് ബിഗ് ലേണിംഗിന്റെ ആപ്പ് കണ്ടു, അതിൽ ജോയിൻ ചെയ്തു. എന്നെ ഇതുവരെ നിരാശപ്പെടുത്തിയിട്ടില്ല. അതിലെ ക്ലാസ്സസ്, അതിലെ സെഷൻസ്, റിവിഷൻസ്, ടെസ്റ്റ് സീരീസ് പ്രത്യേകിച്ചും അന്ന് തൊട്ട് ഇന്ന് വരെ എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല. എർണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് PSC റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത കേരള സപ്ലൈ സിവിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള ജൂനിയർ മാനേജർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് തസ്തികയിലേക്ക് ഫസ്റ്റ് റാങ്കിൽ വെച്ച ഷൈജു കെ നായർ സാറാണ്. സാർ, വെൽക്കം ടു യുവർ സെഷൻ. താങ്ക് യു. MCA, MSc കമ്പ്യൂട്ടർ സയൻസ്, BTech കമ്പ്യൂട്ടർ സയൻസ്, BTech ഇൻഫർമേഷൻ ടെക്നോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ഈ ജൂനിയർ മാനേജറിൽ. 2020 ഇതിന്റെ നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്തിരുന്നത്. അന്ന് നോട്ടിഫിക്കേഷൻ ടൈമിൽ വെറും 2 വേക്കൻസി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പൊ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് വേക്കൻസി കുറവാണ് എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അന്ന് വെറും 2 വേക്കൻസി ഉണ്ടായിരുന്നത് പോലും പ്രിപ്പറേഷനിൽ ഒട്ടും നിരാശപ്പെടുത്താതെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഒരു ഉയർന്ന റാങ്കിൽ വെച്ച സാറിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിലൂടെ ഇനി വരാൻ പോകുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഒരു പ്രചോദനം തന്നെ ആയിരിക്കും. ഞാൻ സാറിനെ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എന്നാലും സാറ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? തീർച്ചയായും. എന്റെ പേര് ഷൈജു എന്നാണ്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഉദിനൂർ എന്ന് പറഞ്ഞാണ് സ്വദേശം. BTech ബിരുദധാരിയാണ്. BTechന് ശേഷം ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയത് പറയാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ ഞാൻ BTechന് ശേഷം ഒരു 4 വർഷത്തോളം 3.5-4 വർഷത്തോളം ലിനക്സ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഇടയിൽ വൈഫിന് ഒരു ജോലി കിട്ടി ബാങ്കിൽ. അപ്പൊ അങ്ങനെ ഒന്ന് സെറ്റിൽ ആവാന്ന് വിചാരിച്ചിട്ട് ഞാനും ബാങ്കിന്റെ ഒരു ടെസ്റ്റ് എഴുതി. അങ്ങനെ ഒരു പൊതുമേഖലാ ബാങ്കിൽ ജോലി കിട്ടി. അവിടെ ഒരു 9 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അതിനുശേഷം ഏകദേശം 37-38 വയസ്സാവാറായി. ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ബാങ്കിങ് ജോലി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെയാണ് ബാങ്കിങ് ജോലി അത്ര, എനിക്ക് ഒരു ടെക്നിക്കൽ പേഴ്സൺ ആയിട്ടുള്ള എനിക്ക് ബാങ്കിങ് ജോലി അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എങ്കിലും നിന്നു. പിന്നെ വിചാരിച്ചു PSCയുടെ ഇതുപോലുള്ള ടെക്നിക്കൽ പോസ്റ്റിൽ ഒഴിവ് വരുമ്പോൾ അപേക്ഷിച്ചിട്ട് അതിന് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോ PSCയുടെ ഏജ് ലിമിറ്റ് അടുക്കാറായപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൈൻ ചെയ്തിട്ട് 2022 ആ സമയമാകുമ്പോഴേക്കും ഞാൻ റിസൈൻ ചെയ്തിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു ടാസ്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യണം തന്നെയായിരുന്നു. നമ്മൾ എത്രത്തോളം നമ്മൾ വീട്ടിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാലും ഒരു പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്ന അത്രത്തോളം വരില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗൈഡാണ്. നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് എക്സ്പേർട്സ് പറഞ്ഞു തരുന്നതിന്റെ അത്രയും നമ്മൾക്ക് എത്രത്തോളം വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്തതിനും പറ്റില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ എർണസ്റ്റ് അക്കാഡമി, അതായത് ബിഗ് ലേണിംഗിന്റെ ആപ്പ് കണ്ടു, അതിൽ ജോയിൻ ചെയ്തു. ഞാൻ ജോയിൻ ചെയ്തത് പോളി ലെക്ചറർ പോസ്റ്റിലേക്കുള്ള ആ ഒരു പോസ്റ്റിലേക്കാണ് ജോയിൻ ചെയ്തത്. 2022 ജൂൺ അവസാനം ജൂലൈ ആദ്യമാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോ അവിടുന്ന് ഞാൻ തുടങ്ങിയിട്ട് എന്നെ ഇതുവരെ നിരാശപ്പെടുത്തിയിട്ടില്ല. അതിലെ ക്ലാസ്സസ്, അതിലെ സെഷൻസ്, റിവിഷൻസ്, ടെസ്റ്റ് സീരീസ് പ്രത്യേകിച്ചും അന്ന് തൊട്ട് ഇന്ന് വരെ എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല. അത് പഠിച്ചിട്ട് സീരീസ് അറ്റൻഡ് ചെയ്തിട്ട് എക്സാം എഴുതുമ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ആപ്പിലൂടെ നമ്മൾ പല ക്വസ്റ്റ്യൻസും എർണസ്റ്റ് അക്കാഡമിയുടെ ടെസ്റ്റ് സീരീസിലും പിന്നെ പ്രത്യേകിച്ച് ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ഒരു മൾട്ടിപ്പിൾ ചോയ്സും MCQയും ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്കിലുള്ള ഒരു പിടി ക്വസ്റ്റ്യൻസ്, ഞാൻ 7ഓളം എക്സാംസ് എഴുതിയിട്ടുണ്ട്, അതിലൊരു പിടി ക്വസ്റ്റ്യൻസ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യമേ ഇത് ഞാൻ തുടങ്ങേണ്ടിയിരുന്നത് ഏർണസ്റ്റ് അക്കാഡമിയോട് താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇത്രയും എനിക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്ലാറ്റ്ഫോം ഞാൻ കണ്ടെത്തി. ആ പ്ലാറ്റ്ഫോം എനിക്ക് വളരെ ഉപകാരപ്പെട്ടു, ഏർണസ്റ്റ് അക്കാഡമിയുടെ. അത് തന്നെയാണ് എൻ്റെ ഈ ഒരു ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയത്, ഈ ഒരു സക്സസിലേക്കുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏർണസ്റ്റ് അക്കാഡമിയാണ്. ഓക്കെ സാറേ. സാർ, അപ്പം ഇപ്പൊ ഈ ജൂനിയർ മാനേജർ വന്ന് ഈ എക്സാമിനോട്ടുള്ള സാറിന്റെ ജേണി എങ്ങനെയായിരുന്നു? അതായത് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടായിരുന്നോ സാർ പ്രിപ്പയർ ചെയ്തിരുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ PSCയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ പരീക്ഷകൾ എപ്പോഴൊക്കെയാണ് നടക്കുന്നത്,
ഇതിന്റെയൊക്കെ സിലബസ് എന്താണെന്നുള്ളത്. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏണസ്റ്റ് അക്കാഡമിയിലേക്ക് പോളി ലെക്ചർ എന്നുള്ള ഒരു പോസ്റ്റ്, എനിക്കറിയാം ക്ലാസ്സസ് ഏകദേശം സെയിം ആണ്, ടോപ്പിക്സ് സെയിം ആണ്. അപ്പോ ഞാൻ ഏണസ്റ്റിന്റെ ക്ലാസ്സസ് കാണുമ്പോഴും എന്റെ മനസ്സിൽ ഈ എല്ലാ പോസ്റ്റുകളും ഉണ്ടായിരുന്നു. ഞാൻ ഒരു 6-7ഓളം പോസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള പ്രിപ്പറേഷൻസ് ആണ് ഞാൻ നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ ബേസിക്സ് എനിക്ക് കിട്ടിയത്, ബേസിക്സ് മാത്രമല്ല, ഞാനൊരു ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് തിരിച്ചു വരുന്നത്, ഇതിലോട്ട് തിരിച്ചു വരുന്നത്. ബാങ്കിങ്ങിന്റെ സമയത്ത് നമുക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഒരു ബേസിക്സ് തൊട്ട് തുടങ്ങേണ്ട ആളായിരുന്നു ഞാൻ. അപ്പൊ അത് ശരിക്കും എനിക്ക് തന്നത് ഈ പറയുന്ന ഏണസ്റ്റിന്റെ ക്ലാസ്സസ് ആണ്. അതിൽ തന്നെ ഞാൻ പോളി ലെക്ചറിലാണ് ചേർന്നെങ്കിലും എന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഒതുങ്ങി നിന്നിട്ടില്ല. ഞാൻ ബാക്കിയുള്ള എല്ലാ ടെസ്റ്റിന്റെയും സിലബസ് നോക്കിയിട്ട് ക്ലാസ്സസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ സിലബസ് നോക്കിയിട്ട് ഞാൻ ടെസ്റ്റ് സീരീസും ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് മാത്രമല്ല, എല്ലാറ്റിനും കൂടി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് ഈ ഒരു എക്സാം ആയിരുന്നു. ഓക്കെ സാർ, അതായത് ഇപ്പം ഒരു എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടും അത് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാതെ പറ്റാതെ നിരാശപ്പെടുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പം ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞാലും ശരി, അത് വേറൊരു എക്സാമിനായിരിക്കും ചിലപ്പോൾ യൂസ്ഫുൾ ആവുക. സാറിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടല്ലേ? സാർ ഇപ്പം പോളി ലെക്ചറിന് വേണ്ടി ആയിരുന്നു പ്രിപ്പയർ ചെയ്തത്, പക്ഷെ ഇപ്പൊ തസ്തിയിൽ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്ന ഒരു സ്വപ്നതുല്യമായ ഒരു നേട്ടത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുക. അപ്പം ഒരു എക്സാമിന് വേണ്ടി പഠിച്ച് നിരാശപ്പെട്ട്, അതായത് കിട്ടാതെ നിരാശപ്പെടരുത് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് അല്ല സാർ? തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോ ഓരോ എക്സാമും ഇപ്പോ നിരാശ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഒന്ന് നമ്മള് ഇതിന്റെ പോസ്റ്റിന്റെ വേക്കൻസീസ് നോക്കിയിട്ടാണ്. ചിലപ്പോൾ നമ്മൾ വേക്കൻസീസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും 2 വേക്കൻസി മാത്രമേ ഉള്ളൂ, അപ്പൊ ഇതിൽ പഠിച്ചിട്ട് കാര്യമുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നില്ല. ഞാൻ വേക്കൻസീസ് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോ സാറ് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഞാനൊരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോ എന്താ പറയാ, അങ്ങനെ ഒരു നിരാശ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. ഞാൻ രണ്ടും കൽപ്പിച്ചിട്ടാണല്ലോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫുൾ എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. ഔട്ട്കം എന്തോ ആയിക്കോട്ടെ. ഞാനതൊരു ഫിലോസഫിക്കലി പറയല്ല, ഞാൻ എന്റെ അനുഭവം വെച്ചിട്ട് പറയാണ്. ഞാൻ എഴുതിയ പരീക്ഷ എനിക്ക് എല്ലാം നല്ല പരീക്ഷ ആയിരുന്നില്ല. പക്ഷെ ആ നല്ല ചീത്തയായ, അതായത് അത്ര നല്ലതായിട്ട് തോന്നാത്ത പരീക്ഷയുടെ അവസാനം എനിക്ക് ഒരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയാം ഞാൻ 100% ഇട്ടിട്ടാണ് ഞാൻ പഠിച്ചിട്ടും നമ്മൾക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, അതായത് ഒരു മോശം എക്സാം ആണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ വിഷമം തോന്നിയിട്ടില്ല. കാരണം എന്റെ ഉള്ളിൽ എനിക്ക് അറിയാമായിരുന്നു ഞാൻ 100% എഫേർട്ട് ഇട്ടിട്ടുള്ളത്. ഔട്ട്കമിനെ പറ്റിയിട്ട് ഞാൻ ബോധേഡ് ആയിരുന്നില്ല. ഓക്കെ സാർ, അപ്പൊ ഇനി ഒരുപാട് എക്സാം വരാൻ പോകുന്ന ഒരു വർഷമാണ്. ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പം HSST കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ സയൻസ്, പോളി ലെക്ചർ ഇൻഫർമേഷൻ ടെക്നോളജി, അതിലിപ്പോൾ റീസെന്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്ന അസിസ്റ്റന്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ ഒരുപാട് എക്സാമുകളാണ് ഈ വർഷം ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഈ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സാറിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ ശരിക്കും ഏണസ്റ്റിൽ ജോയിൻ ചെയ്ത സമയത്ത് ലൈവ് ക്ലാസ്സസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ സമയം ആകുമ്പോഴേക്കും ലൈവ് ക്ലാസ്സസ് ഒക്കെ ഒരുവിധം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് കൂടുതലും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ലൈവ് ക്ലാസ്സിലെ സമയത്ത് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ലൈവായിട്ട് സംശയങ്ങൾ ചോദിച്ച് അവിടെ തീർത്തിട്ട് പോവാം. പക്ഷെ ഞാൻ റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ചില ഡൗട്ട്സ് വരാൻ നേരത്ത് റിവൈൻഡ് ചെയ്ത് കണ്ടിട്ട് നമുക്ക് എന്താണ് ഒന്നും കൂടെ അപ്പൊ മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ റിവൈൻഡ് ചെയ്ത് കണ്ടിട്ട് ഞാനത് ക്ലിയർ ചെയ്യായിരുന്നു. അത് എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഗൂഗിളിലോട്ട് പോകുള്ളൂ. അപ്പൊ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോട്ട്സ് എഴുതുമായിരുന്നു. പ്രത്യേകിച്ചും ലൈവ് ക്ലാസ്സിൽ നമുക്ക് ചിലപ്പോൾ നോട്ട്സ് എഴുതാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഈ റെക്കോർഡഡ് ക്ലാസ്സിൽ ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. നോട്ട്സ് പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ ബേസിക് കാര്യങ്ങൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ പുറമേ ഉള്ള കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പെർ ഡേ മിനിമം 3 hours ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. മിനിമം 3 hours മിക്ക ദിവസങ്ങളിലും സ്പെൻഡ് ചെയ്യും. മാക്സിമം പിന്നെ നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ചിട്ടാണ്. അപ്പോ ഒരു ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് എന്താ പറയാ, എല്ലാം കൂടി വാരി വലിച്ചിട്ടുള്ള ഒരു രീതി ആയിരുന്നില്ല. ഞാനൊരു ടൈം ടേബിൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന ദിവസം ഇന്നത് ചെയ്യും, ഇന്ന ദിവസം ഇന്നത് ചെയ്യും, ഇന്നത് കവർ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ. ഇപ്പോൾ ഒരു എക്സാമിന് ഒരു 15 days അല്ലെങ്കിൽ 20 days ബാക്ക് ഞാൻ അവിടെ നിന്ന് റിവൈസ് ചെയ്യാൻ തുടങ്ങും. റിവൈസ് ചെയ്യുമ്പോൾ ഓരോ പർട്ടിക്കുലർ ഡേയും ഞാൻ എന്താണ് റിവൈസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു എക്സാമിന്റെ ഒരു 1-2 ദിവസം മുമ്പ് ഞാനത് സ്റ്റോപ്പ് ചെയ്യും.
സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ഒരു ദിവസം ഒക്കെ റിലാക്സ് ആവുക ചെയ്യുക. പിന്നെ ഒന്നും നോക്കാറില്ല, റിലാക്സ് ആയിട്ട് നേരിട്ട് കോൺഫിഡന്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്യാറ്. അപ്പൊ നോട്ട്സ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഏണേഴ്സിന്റെ ടെസ്റ്റ് സീരീസ് പറയാതിരിക്കാൻ വയ്യ. ടെസ്റ്റ് സീരീസും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, അവര് പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ബുക്ക്. ആ ബുക്ക് ഞാൻ റിവൈസ് ചെയ്യാറുണ്ട്. അതില് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആദ്യത്തെ എക്സാം എഴുതിയപ്പോൾ തന്നെ എനിക്ക് ശരിക്കും അതിശയം വന്നുപോയി. ഞാൻ ആ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 പരീക്ഷ എഴുതിയപ്പോൾ ഈ ബുക്കിൽ നിന്ന് ഏകദേശം 6-7 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സെയിം അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്പയർ ചെയ്തു. നെക്സ്റ്റ് എക്സാമിന് ആ ബുക്ക് നോക്കിയിട്ട് ഞാൻ എല്ലാ എക്സാമിനും ആ ബുക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് സീരീസിനും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏണേഴ്സിന്റെ ഒരുപാട് ടെസ്റ്റ് സീരീസ്, പഴയ PSC ക്വസ്റ്റ്യൻസ്, സെറ്റ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഗേറ്റ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് എണ്ണം കളക്ഷൻസ് ഇതിലുണ്ടായിരുന്നു. അത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്, ശരിക്കും പറയാതിരിക്കാൻ വയ്യ. ഓക്കെ സാർ. അപ്പൊ ഇനിയിപ്പം വരാൻ പോകുന്ന എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്വന്തമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ആദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു മെയിൻ കാര്യം അല്ലേ? തീർച്ചയായിട്ടും നമുക്കൊരു സ്റ്റഡി പ്ലാൻ വേണം, ഒരു ടൈം ടേബിൾ കീപ്പ് ചെയ്യണം. നമ്മൾ ഏതൊക്കെ ദിവസവും എന്തൊക്കെ ചെയ്യും, ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതിൽ തന്നെ റിവിഷൻ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്കത് എന്താ പറയാ, ഒരു ഫിനിഷിംഗിലേക്ക് എത്താൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റഡി പ്ലാന്, ടൈം ടേബിൾ, പിന്നെ ഓരോ ദിവസവും ഇത്ര മണിക്കൂർ, അപ്പൊ മിനിമം 3 hours ആയിരുന്നു. മാക്സിമം 3 to 5, 6 അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഇത്രയും സമയം, ചിലപ്പോൾ എല്ലാവർക്കും തോന്നാം ഈ 3 hours അല്ലെങ്കിൽ 5 hours എങ്ങനെ ഇരിക്കുന്നുള്ളത്. ഞാനൊരു ആവറേജ് ആണ്. അപ്പോൾ ആ ആവറേജിൽ നിന്നുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് ഇതുപോലെ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, ആ സ്റ്റഡി പ്ലാൻ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിൽ നമ്മൾ 100% എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ റിസൾട്ട് എന്നുള്ളത് അത് ഉറപ്പായിട്ടും നമുക്ക് അനുകൂലമായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സാർ, ഇപ്പം ഒട്ടുമിക്ക വിദ്യാർത്ഥികളും ചെയ്യുന്ന ഒരു മെയിൻ ഒരു പ്രിപ്പറേഷൻ രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സിലബസ് കാണും, സിലബസ് മൊത്തം പഠിച്ചു, പക്ഷെ ഒരു പ്രോപ്പർ ആയിട്ട് റിവിഷൻ ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് റിവിഷനിലുള്ള ഒരു പ്രാധാന്യം എന്ന് പറയാം സാർ. ഒരു കോമ്പറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് റിവിഷൻ ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പൊ സാർ എത്രത്തോളം റിവിഷൻ ചെയ്തിരുന്നു ഓരോ മൊഡ്യൂളുകളൊക്കെ പഠിച്ച ശേഷം? ഞാൻ റിവിഷൻ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു 6, 7, 8 ഇപ്പോ പോളിയുടെ എന്ന് പറഞ്ഞ ഒരു 14 സബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ പഠിച്ച് ഓരോ സബ്ജക്റ്റും തീർന്ന് വരുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചതൊക്കെ ഫുള്ളി അങ്ങ് പോകും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബേസിക്സ് അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത് അതിന്റെ അപ്ലിക്കേഷൻ ലെവലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇത്രയും സബ്ജക്ട്സ് പഠിച്ചിട്ട് അവസാനം എത്തുമ്പോഴേക്കും നമ്മൾ ആദ്യം പഠിച്ച സബ്ജക്ട്സ് ഒക്കെ പോകും. ഇപ്പൊ റിവിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏത് എക്സാം വന്നു കഴിഞ്ഞാലും റിവിഷൻ ആയിരുന്നു എന്റെ മെയിൻ. റിവിഷൻ ചെയ്യാതെ നമുക്ക് അതൊന്നും എന്റെ തലയിൽ നിൽക്കില്ലായിരുന്നു. ഞാൻ ചെയ്യുമായിരുന്നു. റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിവിഷൻ ചെയ്യാണ്ട് നമ്മൾക്ക് പറ്റില്ല. റിവിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ സാർ. അപ്പം ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ മെയിൻ ആയിട്ടും ചെയ്യേണ്ട കാര്യം ആദ്യം സിലബസ് മനസ്സിലാക്കി മാക്സിമം റിവിഷൻ, മൊഡ്യൂൾസ് റിവിഷൻ ചെയ്ത് ടെസ്റ്റുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ വിജയത്തിലേക്ക് എത്താനുള്ള ഒരു മെയിൻ വഴി എന്ന് പറയുന്നത് അല്ലേ സാർ? തീർച്ചയായിട്ടും റിവിഷൻ ചെയ്യുക, ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. ഓരോ പുതിയ ക്വസ്റ്റിനും, നമ്മൾക്ക് കിട്ടുന്ന ഓരോ പുതിയ ക്വസ്റ്റിനും നമ്മൾക്കുള്ള അഡ്വാൻറ്റേജ് ആണ്. എത്ര പുതിയ ക്വസ്റ്റ്യൻസ്, ന്യൂ ക്വസ്റ്റ്യൻസ് അപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ചെയ്യുന്നോ അല്ലെങ്കിൽ പഠിക്കുന്നോ, അത് നമ്മൾക്ക് എന്തായാലും നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് മാറുകയും ചെയ്യും. റിവിഷൻ ചെയ്യുക, പുതിയ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക, പുതിയ ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ ദിവസവും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ശീലിക്കുക അല്ലെങ്കിൽ പഠിക്കുക. ഓക്കെ സാർ. സാർ, അതുപോലെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ, ഇപ്പൊ ഇനി ഒരുപാട് എക്സാമുകളാണ് വരാൻ പോകുന്നത്. ഇപ്പൊ HSST കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ ട്രേഡ്സ്മാനും, പോളിലെച്ചർ IT, അങ്ങനെ കുറെ എക്സാമുകൾ ഇനി വരാൻ പോവുകയാണ്. അപ്പം ഈ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവര് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സാർ? ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് എന്താ പറയാ, സിലബസ് നമ്മൾക്ക് അറിയണം. നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ എന്ന് പറഞ്ഞാൽ സിലബസ് മാത്രം നോക്കിയാൽ മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. നമ്മൾ ഇപ്പോ HSST ആണെങ്കിൽ പ്രീവിയസ് HSSTയിൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നോക്കണം. ആ ഏരിയന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ, അത് മാത്രം എന്നല്ല ഞാൻ പറഞ്ഞത്, തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാം. സിലബസ് തന്നെ ഫോളോ ചെയ്യണം. എന്നിട്ട് ഈ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയാ ക്വസ്റ്റ്യൻസ്, എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് പറ്റുന്നോ, പുതിയ ക്വസ്റ്റ്യൻസ് നമുക്ക് പറ്റുന്നോ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 1-2 സബ്ജക്ട്സ് അല്ല, ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ
കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം. സ്റ്റഡി പ്ലാൻ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് ചെയ്താലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. കൃത്യമായിട്ടില്ല, നമുക്ക് അതിനൊരു ഡെഡ് ലൈൻ വേണം. അതായത് ഇന്ന ദിവസം ഇന്ന് തീർക്കും എന്നുള്ളത് ആ ഡെഡ് ലൈൻ ഉണ്ടെങ്കിൽ ആ ഡെഡ് ലൈനിൽ നമ്മൾ തീർത്തിരിക്കണം. ഞാൻ അത്രയ്ക്കും അങ്ങനെ ചെയ്തിട്ടാണ് എന്താ പറയാ വലിയ അത്ര വലുത് അല്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചത് അങ്ങനെ ഒരു ഡെഡ് ലൈൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സിലബസ് ഫോളോ ചെയ്യണം. സിലബസ് അതിന്റെ കൂടെ തന്നെ നമുക്ക് പറ്റുന്ന ഇപ്പോൾ ഓൺലൈനിൽ ഒരുപാട് സൈറ്റ്സ് ഉണ്ട്. അതിലൊക്കെ ഒരുപാട് MCQസും എന്താ പറയാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്യുക. അത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ക്വസ്റ്റ്യൻസ് ഏത് ക്വസ്റ്റ്യൻ ആണോ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് അതിന്റെ ലോജിക്കും അതിന്റെ ബേസ് ഇത് എങ്ങനെയാണ് വരുന്നത് ആ കാര്യങ്ങൾ കൂടെ നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ സാറിന്റെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം നമ്മളിപ്പം സ്പെൻഡ് ചെയ്തതിൽ വളരെയധികം നന്ദിയുണ്ട്. ഇപ്പം ഇനി വരാൻ പോകുന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഇപ്പം ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിൽ വളരെയധികം താങ്ക്സ് ഉണ്ട്. താങ്ക് യു സർ, താങ്ക് യു. ഇപ്പോ എനിക്കും എന്റെ ഈ ചെറിയ അനുഭവങ്ങൾ എനിക്ക് ഏണസ്റ്റ് അക്കാഡമിയിലൂടെ പങ്കുവെക്കാൻ പറ്റിയതിന് ഇതിപ്പോ ചിലപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ എന്റെ അനുഭവം ഏണസ്റ്റ് അക്കാഡമിയിലൂടെ എനിക്ക് പങ്കുവെക്കാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷമുണ്ട് സർ. താങ്ക് യു സോ മച്ച്.